നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്ത നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭാ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തതിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ്, CPIM മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി KG അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരത്തിൽ മൂവാറ്റുപുഴയ്ക്ക് അപമാനകരമായി തീരുന്ന രീതിയിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട്, ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത കാണിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ തെറ്റായി കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ തൽസ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് LDFന് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26-ാം തീയതി LDFന്റെ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് സമരപരിപാടികളും മാർച്ചും ഉൾപ്പെടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ ഇവിടുത്തെ 1-2 ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിയമ നടപടികൾക്ക് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ നിയമ നടപടിക്ക് പോകണം. നമുക്കറിയാം, ഒരു കോടതിയിൽ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെട്ടുകൊണ്ടൊരു കേസ് വന്ന് കോടതി ഒരു നോട്ടീസ് അയച്ചത് കൈപ്പറ്റാതെ അത് തിരിച്ചയക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഞങ്ങളീ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉറപ്പുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 16-ാം തീയതി കോടതി വിളിച്ച ദിവസം ആ കോടതിയിൽ ഹാജരായി അവരുടെ ശരിയായിട്ടുള്ള MSWയും അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും കാണിച്ച് ഞങ്ങൾക്കെതിരെ നിയമ നടപടിയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ. ഇത് കൂടുതൽ സമയമെടുത്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഏത് രേഖകൾ എടുത്തുകൊണ്ട് വന്നാലും അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മൂവാറ്റുപുഴയിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പ്രതികളായ കോൺഗ്രസ് UDF നേതാക്കളെയും പ്രവർത്തകരെയും തള്ളിപ്പറയണമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ സ്കൂളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് കുട്ടികളെ ഉൾപ്പെടെ ബാധിക്കുന്നു, കുട്ടികൾ സംഘർഷമുണ്ടാക്കുന്നു എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം ചെയ്തത്. ആ ചെയ്തതിൽ നമുക്കൊരു തർക്കവുമില്ല. അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടുന്നതിന് തയ്യാറുമാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂവാറ്റുപുഴ ടൗണിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, കുറ്റകൃത്യം നടത്തിയ ആളുകൾ, ഇതിൻ്റെ കാരിയേഴ്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയാൻ വേണ്ടി, തള്ളിപ്പറയാൻ ബഹുമാനപ്പെട്ട MLA തയ്യാറാകണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ പലതരത്തിലായിരിക്കാം കുട്ടികൾ, ഇതിൻ്റെ കാര്യവാഹകരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന ആളുകൾ ഇതിൻ്റെ മേക്കിംഗ് ഉൾപ്പെടെ നടത്തപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഘട്ടമാണിപ്പോൾ. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മൂവാറ്റുപുഴ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നാമനിർദ്ദേശ പത്രികയിൽ വ്യാജമായി ചേർത്തത്, ഇതിനെതിരെ ആക്ഷേപവും പരാതിയും ഉയർന്നപ്പോൾ പരാതിക്കാർക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന ജോയ്സ് മേരി ആന്റണിയുടെ വെല്ലുവിളി LDF നേതാക്കൾ സ്വാഗതം ചെയ്തു. ജോയ്സ് മേരി ആന്റണി തന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കണമെന്നും അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് സ്ഥാനം രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സെലിബ്രിറ്റി ആകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ ജോയ്സ് മേരി ആന്റണി നടത്തുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.